നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഹരിപ്പാട്ടെ കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരവും ഭഗവതി ക്ഷേത്രവും ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം ജീർണാവസ്ഥയിൽ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഹരിപ്പാട് വെട്ടുവേണി കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരം. മേൽക്കൂര തകർന്ന കൊട്ടാരം ഇപ്പോൾ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് പണികഴിപ്പിച്ചതാണ് മഹാരാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്ന ഹരിപ്പാട് വെട്ടുവേണി കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരം. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കൈവശമാണ് കൊട്ടാരവും ചുറ്റുമുള്ള ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയും. കൊട്ടാരത്തിനകത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തേവാരമൂർത്തിയായ മണ്ണടി ഭഗവതിയുടെ ക്ഷേത്രവുമുണ്ട്. തേക്ക് തടി കൊണ്ടുള്ള കഴുക്കോലുകളും മച്ചുകളും മഴ നനഞ്ഞ് ദ്രവിച്ചു തുടങ്ങി. ചിതലരിക്കുന്ന നിലയിലാണ് കട്ടിളകളും കതകുകളും ജന്നലുകളും ഉള്ളത്. കനത്ത മഴയിലും കാറ്റിലും കൊട്ടാര വളപ്പിലുള്ള പാഴ്മരങ്ങൾ വീണ് കൊട്ടാരത്തിന്റെ മേൽക്കൂരയുടെ പല ഭാഗങ്ങളും തകർന്നിട്ടും ദേവസ്വം ബോർഡ് അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല. 75 സെന്റിന് മേലുള്ള ഒരു കുളം ഉണ്ട്, കുളപ്പര സഹിതമുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പം വേസ്റ്റ്, അതായത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കംപ്ലീറ്റ് വേസ്റ്റ് കൂമ്പാരങ്ങൾ കൊണ്ടുകൊടുക്കുന്നത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഇവിടുത്തെ MLA. അദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കും അറിയാം. അത് വേസ്റ്റ് കൂമ്പാരം കൊണ്ടിടുന്നത് അദ്ദേഹം വികസിപ്പിച്ച് ആ ക്ഷേത്രക്കുളം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം വേസ്റ്റ് കൂമ്പാരമാക്കി മാറ്റി. ചോർച്ച കാരണം ക്ഷേത്രപൂജാരിക്ക് നേരെ ചൊവ്വയിരുന്ന് പൂജ ചെയ്യാനാവാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. നാട്ടുകാർ വാങ്ങി നൽകിയ ടാർപ്പാ ചുറ്റിയാണ് ചോർച്ചയെ പ്രതിരോധിക്കുന്നത്. ഇടയ്ക്ക് പേ ആൻഡ് പാർക്ക്, ഔഷധ സസ്യത്തോട്ടം തുടങ്ങി പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് ആലോചിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇവിടെ ഒരു കാണിക്ക വഞ്ചി പോലും, ഒരു ബോർഡ് പോലും ഇല്ലാത്ത ഒരു ക്ഷേത്രമായിട്ട് മാറി. മൊത്തം കാട് കയറി നാട്ടുകാരുടെ ഇതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് വെട്ടി കിളച്ച് ഞങ്ങളെല്ലാം കൂടെ വല്ലപ്പോഴും ഒന്ന് ഉമ്മായും മമ്മട്ടിയും കൊണ്ടുവന്നിട്ട് കിളയ്ക്കുന്ന അല്ലാതെ വേറെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്ത് ഈ ക്ഷേത്രത്തെ വികസിപ്പിക്കാൻ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാൾക്കുനാൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമുറങ്ങുന്ന കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് പുതുക്കിപ്പണിത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന കൊട്ടാരവും ക്ഷേത്രഭൂമിയുമാണ്. അവർക്ക് പറയാനുള്ള കഥകൾ അത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ കൊട്ടാരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നു? രാഹി, ഇത് രാജഭരണകാലം മുതലേ ഉള്ള ഒരു കൊട്ടാരമാണ്. എട്ടുകെട്ടോട് കൂടിയ കൊട്ടാരമാണ്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്ത് പണികഴിപ്പിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഇവിടെ ഈ കൊട്ടാരം അവിടെ തേവാരമൂർത്തിയുമുണ്ട്. എന്നാൽ ഇന്ന് ഈ കെട്ടിടവും ഈ ക്ഷേത്രവും ഒന്നും തന്നെ സംരക്ഷിക്കാതെ ഇതിൻ്റെ മേൽക്കൂരയെല്ലാം തകർന്ന് അപ്പാടെ ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഇതിനോടൊപ്പം ഏതാണ്ട് 3.5-4 ഏക്കറോളം ഭൂമിയും ഉള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ ഏതാണ്ട് 10 ക്ഷേത്രത്തിലധികം ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഇവിടുന്ന് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നതായ വലിയ സാധ്യതകളുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ പൂർണ്ണമായും അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കൊട്ടാരം അത് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിനോട് പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴും ഇത്രയും പരാധീനതയിൽ കിടക്കുമ്പോഴും നിത്യേന എത്രയോ ഭക്തർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. വലിയ ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത് എന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വിശ്വാസവുമാണ്. ആ വിശ്വാസത്തിൽ ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്, ആ വരുമാനമുണ്ട്. എന്നാൽ അത് പ്രയോജനപ്പെടുത്താനോ ഇല്ലെങ്കിൽ ഈ ക്ഷേത്രം സംരക്ഷിക്കാനോ ഉള്ള, ഈ കൊട്ടാരം സംരക്ഷിക്കാനോ ഉള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടുത്തെ രാജഭരണകാലത്തെ പല സാധനങ്ങളും ഇവിടെ ഉള്ളതാണ്. ഉടവാള അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതൊന്നും തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ
75 സെന്റോളം വിസ്തൃതിയിലുള്ള ഒരു കുളമുണ്ട്. ആ കുളം പോലും സംരക്ഷിക്കാതെ അത് മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ഒന്ന് ചോദിക്കാം, എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, അതോടൊപ്പം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് കാണിക്കുന്ന അലംഭാവം എത്രത്തോളമാണ്? ദേവസ്വം ബോർഡ് വളരെ ബുദ്ധിമുട്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ജീർണിച്ച് താഴെ വീണിട്ട് ഇത്രയും വർഷങ്ങളായി. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു 3-4 ടാർപ്പാൻ മേടിച്ചിട്ട് മൂടിയിട്ടേക്കുകയാണ്. അല്ലെങ്കിൽ ഈ മഴയത്ത് തന്നെ പൊത്തുപോയേനെ. ദേവസ്വം ബോർഡിൻ്റെ AC ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് ഹരിപ്പാട്ട് അമ്പലത്തോട്ട് മാറിയത്. അവരോട് നിന്ന് ഞങ്ങളിതിപ്പോൾ പറയുകയും നാട്ടുകാർക്ക് വേണമെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ 19,06,000 രൂപ സാങ്ഷനായി കിടന്നിട്ട് ഇപ്പോൾ ടെൻഡറായിട്ട് തന്നെ ഇപ്പോൾ 1 മാസം കഴിയുന്നു. ഇതുവരെ ആരും എടുക്കാൻ തയ്യാറാവുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ദേവസ്വം അതായത് ലൈസൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് പരിചയമുള്ള 1-2 പേരോട് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് എടുത്ത പൈസകൾ 10 ലക്ഷത്തോടോ അദ്ദേഹത്തിൻ്റെ മുടങ്ങി കിടക്കുകയാണ്. നിങ്ങൾ ഈ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ അവർ പറയുന്നു. നമ്മളെക്കുറിച്ച് നമുക്കെന്ത് പറയാനാണ്? ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം, ഇത്ര ഏക്കർ കണക്കിന് വസ്തു കിടക്കുന്നു. വല്ല ഷോപ്പിംഗ് കോംപ്ലക്സോ വല്ല പേ ആൻഡ് പാർക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഓഡിറ്റോറിയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പ്. അതായത് നമ്മുടെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ 200 മീറ്റർ ഇപ്പുറത്ത് മാറിയാണ് നിൽക്കുന്നത്. വലിയ വീതിയുള്ള വഴി. റെയിൽവേ സ്റ്റേഷനും സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്, സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം, KSRTCയുടെ പടിഞ്ഞാറ് വശം, അതിൻ്റെ ഇടയ്ക്ക് നിലകൊള്ളുന്ന ഒരു വിസ്തൃതി. അതായത് ഏകദേശം 3.5-4 ഏക്കറോളം അപ്രോക്സിമേറ്റ് വരും. ഇതിനകത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സോ അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ഇതുപോലുള്ള മൈനർ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളം ഇവിടുന്ന് സമാഹരിക്കാൻ കഴിയും. തന്നെയല്ല ഈ ക്ഷേത്രം വളരെ പുരോഗതിയിലേക്ക് എത്തുകയും ചെയ്യും. ഇതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ കാണിക്ക മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഒരു കാണിക്ക വഞ്ചി പോലും ഇതുവരെ സ്ഥാപിക്കാൻ ഇവർക്ക് ആയിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചത്, അതും ജീർണാനാവസ്ഥ കിടക്കുന്നു. അത് കയറിയപ്പോൾ അവർക്ക് അവിടെ വയലിൽ പോകുന്നെന്നും പറഞ്ഞ് അവർ നേരെ ഹരിപ്പാട്ടോട്ട് പോയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിലെല്ലാം ഉപരി ഈ കെട്ടിടവും ഇത്രയും പാരമ്പര്യമുള്ള, ഇല്ലെങ്കിൽ ഇത്രയും പുരാതനമായ ഒരു സംഭവം, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനും എല്ലാം ഉള്ളതല്ലേ? അതെ സാറേ, ഇത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന കാലത്തുള്ള കൊട്ടാരമല്ലേ, ഇത് സംരക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡിന് തന്നെ ഉത്തരവാദിത്വം ഉള്ളതാണ്. ഈ അമ്മയൊക്കെ നിത്യേന വന്ന് തൊഴുന്നതാണോ ഈ അമ്പലത്തിൽ? ഞാൻ ദേവിക്ക് പൂ കൊണ്ടുവരുന്ന ആളാണ്. ചോദിച്ചു നോക്കിയാൽ അറിയാം. വർഷങ്ങൾ കൊണ്ട് അരയറ്റം 20 വെള്ളപ്പൊക്കത്തിന് അരയറ്റം വെള്ളത്തിൽ നീന്തി ഞാൻ ഇവിടെ പൂ കൊണ്ടുവരുന്ന ആളാണ്. എത്രത്തോളം ശക്തിയുള്ള ഒരു ദേവിയായിട്ട്? നല്ല ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആളാണ്. അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു ക്ഷേത്രം എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഈ പുരാതനമായ ഒരു കൊട്ടാരം എന്ന നിലയിലും എല്ലാം ക്ഷേത്രവും കൊട്ടാരവുമാണ് ഇത്തരത്തിൽ അവഗണന കൊണ്ട് മാത്രം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും എല്ലാം അവഗണനയിൽ ഇത്രയേറെ പരാധീനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. രാഹി, ശരി സുധീഷ്.